Love and emotion ഒരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ അറ്റ് എനി ടൈം. മിക്കപ്പോഴും മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സിലാണ് ഈ ഇമോഷൻ ഉണ്ടാകാറുള്ളത്. ലവിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ നല്ല ലവ് സോങ്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ. സോ ലവ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മ്യൂസിക്. ഇന്നത്തെ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ റൊമാൻസ് അൺപ്ലഗ്ഡ് വിത്ത് എ സ്പെഷ്യൽ സിംഗർ. സ്പെഷ്യൽ സിംഗർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിംഗേഴ്സിൽ ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വോയിസിൽ തന്നെയുണ്ട് പ്രണയം. ഇറ്റ് ഈസ് റൊമാൻസ് അൺപ്ലഗ്ഡ് വിത്ത് നജീം അർഷിദ്. ഹാപ്പി വാലന്റൈൻസ് ഡേ ചേട്ടാ. സോ എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വാലന്റൈൻസ് ഡേ ആണ്. എങ്ങനെയുണ്ട്? വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടുത്തില്ല. അപ്പോൾ പെർഫെക്റ്റ് വാലന്റൈനെ കിട്ടിയ എല്ലാ സന്തോഷവും ഉണ്ടാവും മുഖത്ത്. തീർച്ചയായിട്ടും. സോ എന്താണ് തസ്നി ചേച്ചിനെ പറ്റി എന്തെങ്കിലും? തസ്നി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ഞാനിടയ്ക്ക് പോകും വരും, അങ്ങനെയാണ് അവിടെ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ. റെഡിയാണ്. ഓക്കെ. സോ ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മൾ ഒത്തിരി നല്ല ലവ് സോങ്സ് ആണ് നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് സോങ്? നമുക്ക് ഞാൻ കുറേ നല്ല നല്ല പാട്ടുകൾ പാടാനായിട്ടുള്ള കൂടുതലും ഈ പ്രണയഗാനങ്ങളാണ്. 2016 തന്നെ ചേട്ടൻ ഒത്തിരി കുറേ നല്ല ഗാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു പാട്ട് വിനു തോമസ് ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു മുറൈ വന്ന് പാർത്ത എന്നുള്ള സിനിമയിൽ ഉണ്ണിമുഖൻ. അതെ അതെ, നല്ല റീച്ച് ചെയ്തൊരു സോങ്ങാണ്. അനുരാഗ അല്ലേ? അല്ല, അരികിൽ പതിയെ. നല്ല സോങ് ആണ്. ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണത്. അതെ അതെ. അപ്പോൾ ആ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് ഡെഡിക്കേറ്റ് എല്ലാ ലവേഴ്സിനും, സ്നേഹമുള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും, സ്നേഹമുള്ളിൽ സൂക്ഷിക്കുന്ന പ്രണയിക്കുന്നവർക്കായിട്ട് ആ പാട്ട്. പുതുമഴയെ മെയ്പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഇരാവിൻ നിറമോഹം, മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം, നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം, നിന്മൈ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ
പൊൻകനവായി ചാരയോടെ അണയുന്നു നേരിൽ നീ വരവായി ആ വിണ്ണിൻ പൂക്കാലം നീയും ഞാനുമെന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്ന് പാറും തേൻമൊഴികൾ നിന്നിൽ ഞാനേകയായി തേടുമേ സന്ധ്യയിൽ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയേട നെഞ്ചിൽ ആരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ തസ്നിക്ക് ചേട്ടൻ പാടിയ സോങ്സിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ? അവർക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പാട്ടുകൾ അപ്പം നീലാകാശം എന്നുള്ള പാട്ട് ജോമോനിലെ പാട്ട് വളരെ ഇഷ്ടമാണ്. റെക്കോർഡിങ് സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടാണ് പാടിയത്. പിന്നെ കല്യാണ സമയത്ത് ഉള്ള ഒരു കേൽപ്പത്തിലെ പാട്ട് എന്താണ് ഖൽബേ കറക്റ്റാണ്. എന്താണ് ഖൽബേ ആ പാട്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. നീലാകാശം ഇപ്പോൾ എന്തായാലും ജോമോന്റെ സുവിശേഷങ്ങൾ വളരെ നല്ല റെസ്പോൺസ് നല്ല റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അത് പാട്ട് duet ആയിരുന്നല്ലേ? സുജാ ചേച്ചിയോടൊപ്പം പാടിയ പാട്ടാണ്. വിദ്യാസാഗർ സാറാണ് മ്യൂസിക്. സാറിന്റെ കൂടെ ഇപ്പോൾ കുറേ സോങ്സ് ചേട്ടൻ പാടി. സാറിന്റെ കൂടെ നല്ല കോമ്പോസിഷൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. എല്ലാം നല്ല ക്ലിക്കായ സോങ്സ്. എല്ലാ മനസ്സിനോട് ഞാൻ ഇപ്പോഴും ചേർത്ത് വെക്കുന്ന പാട്ടുകളാണ്. വളരെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൊട്ടു തൊട്ടു എന്നുള്ള പാട്ട്, പിന്നെ ഓമന കോമള താമരപ്പൂവെ കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ് കൂട്ട് നിന്റെ ചൂട് പണ്ട് തൊട്ടിണ ചുണ്ട് തേടാണ് വണ്ടറിഞ്ഞ സ്വാദ്. പിന്നെ മറിയം മുക്ക് എന്ന സിനിമയിൽ ഒരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഭയ്യ ഭയ്യ എന്നൊരു സിനിമയിൽ അത് വിഷ്വല് വന്നിട്ടില്ലായിരുന്നു, പക്ഷെ നല്ല ഉഗ്രൻ സോങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് 6ാമത്തെ പാട്ടാണ് ഈ ജോമോനിലെ നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയഴകേ ഈറൻ മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ കാതിലോതുവാനൊരുങ്ങിയോ ആദ്യമായൊരീരടി കേട്ടു കേട്ടു ഞാനിരുന്നുവോ ആവിലോല പല്ലവി ഭൂമിയും മാനവും പൂക്കൊണ്ടു മൂടിയോ നീലാകാശം. ഈ പാട്ട് പ്രത്യേക മൂഡുള്ള പ്രത്യേക മൂഡാണ് ആ പാട്ട്. സോ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇനി നെക്സ്റ്റ് ഞാനൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കോമ്പോസിഷൻ ഹിന്ദി പാട്ടുകൾ. ഇപ്പോൾ കൂടുതലും റൊമാൻറ്റിക് സോങ്സ് ഹിന്ദി അർജിത് സിംഗിന്റെ ഇഷ്ടംപോലെ പാട്ടുകൾ ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇവിടുത്തെ അർജിത് സിംഗ് ആണ് സത്യമായിട്ടും. കാരണം അർജിത് സിംഗിന്റെ വോയിസിൽ ആ ഒരു ലവ് ഉണ്ട്, ആ ഒരു എന്താ പറയുക, ശരിക്കും ആ ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിംഗേഴ്സിലുള്ളൊരു സിംഗറാണ് ചേട്ടൻ. മറ്റു സിംഗേഴ്സിൽ നിന്നും ഭയങ്കര വ്യത്യസ്തനാണ്. ഇപ്പോഴത്തെ സിംഗേഴ്സിനും നമുക്ക് പെട്ടെന്ന് വോയിസ് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, കാരണം ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ടോ, അതൊരു കാര്യം. പക്ഷേ യു സ്റ്റാൻഡ് ഔട്ട്, ആ ഒരു ഐഡന്റിറ്റി ഉണ്ട് ചേട്ടന്റെ സൗണ്ടിൽ. പൊങ്ങിയല്ലേ? അപ്പൊ ഞാനിന്ന് റാഹത്ത് ഫത്തേ അലി ഖാൻ സാറ് പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്.
मैं तनु समझावा कि न तेरे बाजो लगदा जी मैं तनु समझावा कि न तेरे बाजो लगदा जी तू की जाने प्यार मेरा मैं करा इंतजार तेरा तू दिल तू यूं जान मेरी मैं तनु समझावा कि न तेरे बाजू लगदा जी मेरे दिल विच रह के मेरे दिल दा हाल न जाने तेरे बाजो कलया बहके रोंदे नैन माने जीना मेरा मरना मेरा नाल तेरे सीकर इतबार मेरा मैं करा इंतजार तेरा तू दिल तू यूं जान मेरी मैं तन समझावा कि न तेरे बाजू लगदा जी तू की जाने प्यार मेरा मैं करा इंतजार तेरा तू दिल तू यूं जान मेरी मैं तन समझावा कि न तेरे बाजू लगदा जी നല്ല പാട്ടല്ലേ ശരിക്കും ആ ഒരു ഇതിന്റെ ഫീമെയിൽ വേർഷൻ ഉണ്ട് കേട്ടോ ഞാനത് അല്ല ഹിന്ദിയിൽ പിന്നെ റീമേക്ക് ചെയ്തിട്ടുള്ളൊരു അതെ സോങ് അതെ ആണത് ഹംടി ശർമ്മ കി ദുൽഹനിയ മൂവിയിൽ ഇത് ഭയങ്കര ക്ലിക്കായ ഒരു സോങ് ആണ് ഇത് വേറെ വേർഷൻ ആണല്ലേ അതിന്റെ ഇത് അതിന്റെ ഒരു പഞ്ചാബി അതെ ശരി വെർഷൻ ഒരു ഗസൽ മൂഡിലൊക്കെ പോകുന്ന ഒരു ഒരു സോങ് അല്ലേ അതാണ് അപ്പോൾ അദ്ദേഹം പാടിയതും അതുപോലെ തന്നെയാണ് ചേട്ടന്റെ സോങ്സിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒന്ന് മഴനില ഓ വിക്രമാദിത്യ ബിജി ബാലാട്ടനാണ് മ്യൂസിക് നല്ല പാട്ടാണ് നല്ല കോമ്പോസിഷൻ സൗമ്യ ചേച്ചിയായിട്ടുള്ള duet അല്ലേ പല സ്റ്റേജിൽ പോയാൽ ആ പാട്ട് റിക്വസ്റ്റ് വരാറുണ്ട് വരാറുണ്ട് പാടാനായിട്ട് അതുപോലെ മേലെ മോഹവാനം മേലെ മോഹൻ ഉഗ്രൻ പാട്ടാണ് ദാത്തടിയില്. അതെ ഡാത്തടിയില് അതുപോലെ അതും കുറേ അത് ഉണ്ട്. ബിജി ചേട്ടൻ തന്നെ മിക്കതും ലവ് സോങ്സ് ആണ് പാടിയിരിക്കുന്നത് പ്രണയം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് ആ ശബ്ദത്തില് കണ്ണിനുള്ളിൽ നീ കൺമണി കണ്ണിനുള്ളിൽ കൺമണി അത് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 4 ലൈൻസ് പാടാം മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റി വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമേ നെഞ്ചിൽ നിറയും മഴനില കുളിരുമായി. ഈ പാട്ടിന്റെ എനിക്ക് ഇഷ്ടം കാരണം ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡിഫറെന്റ് മൂഡാണ് അതെ 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 യൂഷ്വൽ സോങ്സിൽ നിന്നും ഭയങ്കര ഒരു വേറിട്ട് അതെ നിൽക്കുന്ന ഇപ്പോഴത്തെ എന്തോ ഒരു ഇറങ്ങുന്ന പാട്ടുകളിൽ നിന്നും factor കുറച്ചൊരു ഉണ്ട് ഈ വ്യത്യസ്തമായി song ല്. നിൽക്കുന്ന ഒരു പാട്ടാണ് സോ എനിവേ നമ്മൾ ആദ്യം ഒരു മലയാളം പാടി പിന്നെ നമ്മൾ ഹിന്ദി പാടി ഇനി നമുക്കൊരു തമിഴ് സോങ് ആയാലും ഒബ്വിയസ്ലി ഇത് തമിഴിലോട്ട് വരും ചേട്ടൻ തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ തമിഴിൽ ഞാൻ വലിയ ബാനറിൽ പാടിയിട്ടില്ല എങ്കിലും കുറച്ച് പാട്ടുകൾ നല്ല നല്ല പാട്ടുകളുണ്ട് പാടിയതിൽ അപ്പോൾ അതൊക്കെ ഇനി റിലീസ് ചെയ്യാൻ ഉണ്ട് ശരി ഇനിയൊരു കൊഞ്ചം കൊഞ്ചം എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട് അത് ഉദയശങ്കർ ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അതിൽ നല്ലൊരു പാട്ടാണ് ഇപ്പോൾ വല്ലവൻ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് തമിഴ് പാട്ടാ പാടാൻ പോകുന്നത്
ഇപ്പോൾ തമിഴിൽ നമുക്ക് ഇഷ്ടംപോലെ റൊമാൻറ്റിക് സോങ്സ് ആണ്. റഹ്മാൻ സാറിൻ്റെ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ പിന്നെ ഇഷ്ടം അപ്പോൾ അത് കുറേ ഇപ്പോൾ സ്ഥിരം എല്ലാം എവിടെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു പാട്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മണി ശർമ്മ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക്. ഷാജഹാൻ എന്ന സിനിമയിൽ ഇളയ ദളപതി വിജയ് അദ്ദേഹം നായകനായിട്ടുള്ള ആ പാട്ട്. ഓക്കെ, അപ്പോൾ അത് കേൾക്കാം. ഓക്കെ. നെഞ്ചിൽ മെല്ലിയ കാതൽ പൂക്കും എൻ കാതൽ ഒன்று மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் காதல் ஒன்று மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் நான் தூரத்தெரியும் வானம் நீ துப்பட்டாவில் இழுத்தாய் என் 25 வயதை ஒரு நொடிக்குள்ள படி அழைத்தாயோ மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் என் காதல் ஒன்று மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் வீசிப்போன புயலில் என் வேர்கள் சாயவில்லை ஒரு பட்டாம்பூச்சி மோத அது பட்டு சாய்ந்ததடி எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தேன் நீ தாண்டி போன போது அது தரையில் விழுந்ததடி மண்ணிலே மண்ணிலே என் இதயம் துள்ளுதடி ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி கனவு பூவை வருக உன் கையால் இதயம் தொடுக எந்தன் இதயம் கொண்டு நீ உந்தன் இதயம் தருக மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் காதல் ஒன்று மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் மண்ணை சேரும் முன்னை அடிமழைக்கு லட்சியமில்லை மண்ணை சேர்ந்த பின்னை அதன் சேவை தொடங்குதடி உன்னை காணும் முன்னை என் உலகம் தொடங்கவில்லை உன்னை கண்ட பின்னை என் உலகம் ஏங்குதடி வானத்தில் ஏறிய மின்னல் பிடிக்கிறவன் பூக்களே பறிக்கவும் கைகள் நடுங்குகிறேன் பகவான் பேசுவதில்லை அடபக்தியும் குறைவதுமில்லை காதலி பேசவும் இல்லை என் காதல் குறைவதுமில்லை ஓ மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும் காதல் ஒன்றே மிக உயர்ந்ததடி அதை வானம் அண்ணாந்து பார்க்கும் நான் தூரத்தெரியும் வானம் நீ துப்பட்டாவில் இழுத்தாய் என் 25 வயதை ஒரு நொடிக்குள்ளே படி அழைத்தாயோ ചേട്ടാ, ഈ റീസെൻറ്റ് ഇയേഴ്സിൽ തന്നെ കുറേ നല്ല സോങ്സ് ചേട്ടൻ്റെ സൗണ്ടിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, വോയിസിൽ നിന്നും. ഓക്കെ, അതിലെടുത്ത് പറയേണ്ട സോങ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് കരിങ്കുന്നം 6 ആ പാട്ട് മേടപ്പൂ
അത് ഒരു സൂപ്പർ പാട്ടാണ്. രാഹുൽ രാജേട്ടനായിട്ട് ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഒരു തെലുങ്ക് മൂവിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് കരിങ്കൽ. അതൊന്ന് ആദ്യം തന്ന പാട്ട് തന്നെ നല്ലൊരു കോമ്പോസിഷൻ തന്നത്. കാരണം മൂവി തുടങ്ങുമ്പോൾ ആ സോങ് അല്ലേ? അതെ അതെ, ഈ പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. അതുപോലെ ഇപ്പൊ റീസെന്റ് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലും നല്ല പാട്ടാണ്. ഇപ്പൊ സ്റ്റേജിലൊക്കെ ഇപ്പൊ ഞാൻ ആ പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അഴകേ അഴകേ നനു നനു വീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായൻ വഴിയേ. ആ പാട്ട്. മറ്റേ പാട്ടും കൂടെ പാടും. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണൂരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് നാം തണലറിയേ പുലരികളോ നനനന മിഴികളിലും മൊഴികളിലും പൊന്നോണം പൊന്നോണം. നല്ല പാട്ട്. എസ്പെഷ്യലി ആ പാട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ 2015 2 കൺട്രീസിലെ പാട്ട്, അത് ഒരു പെപ്പി നമ്പർ ആയിരുന്നു. അതും ഭയങ്കര ക്ലിക്ക് ആയ സോങ്ങായിരുന്നു. ചെന്തങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ. അത് ഉഗ്രം പാട്ടാണ്, നല്ലൊരു കോമ്പോസിഷനാണ്. ഗോപിസുന്ദരൻ അല്ലേ? അത് ശരി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു റൊമാൻറ്റിക് പാട്ടിലോട്ട് പോയാലോ? അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണമെന്നാണ് ചേട്ടന് പ്രേക്ഷകരടുത്ത് പറയുവാണ്. അപ്പം കണ്ടിട്ടുണ്ടാവും, അമൃത പാടി കണ്ടിട്ടുണ്ടാവും. പക്ഷെ വളരെ നല്ല ടാലന്റഡ് ആയിട്ട് പാടുന്ന ഒരു സിംഗറാണ് അമൃത. വളരെ വളരെ അല്ലേ? എത്ര നാൾക്ക് മുമ്പേ നമുക്കറിയാൻ പരിചയം? ഞാൻ എൻ്റെ ഒരു 4th സ്റ്റാൻഡേർഡ്. അതെ അതെ, അമൃതയുടെ ചേച്ചിയും നല്ല പാട്ടുകാരിയാണ്. ചേച്ചിയോടൊപ്പം നമ്മൾ കുറേ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അമൃത ചെറുതായിരുന്നു, ഇന്നിപ്പോൾ വലിയ ആളായി. അപ്പോൾ അമൃത ഇനി പാടി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യണം ഇന്നത്തെ ഷോ. ഞാൻ റൊമാൻറ്റിക് പാട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ആംബിയൻസിനൊക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ് ഏക് വില്ലനിലെ ഗല്ലിയ. സൂപ്പർ സോങ്, നല്ല സോങ് ആണ്. അങ്കിത് തിവാരി പാടിയാണ്, മെയിൽ വേർഷൻ. നല്ലതാണത്. അതൊരു കൈ നോക്കാം. വളരെ നല്ല പാട്ടാണ്. तेरे
എന്താ ഇപ്പൊ പറയണ്ടല്ലേ, മാർവലസ് സിംഗിങ്, ഉഗ്രനായിട്ട് പാടി. ആ മോഡുലേഷനും ശരിക്കും ഇത്രയും നന്നായിട്ട് പാടുമെന്നുള്ള കാരണം നമ്മൾ അന്ന് കുഞ്ഞിലെ കണ്ട പാട്ടല്ല, ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടു. നല്ല മോഡുലേഷൻ ആയിരുന്നു, സൂപ്പർ. ചേട്ടൻ്റെ ഒരു ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് പ്ലസ് ലവ് മാരേജ്. ഐ മീൻ ലവിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ? അറേഞ്ച്ഡ് ആയിരുന്നോ? എല്ലാവരുടെ മനസ്സിലുള്ളൊരു വികാരമാണല്ലോ. നേരത്തെ പറഞ്ഞില്ല, ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇമോഷൻ അല്ലേ? അങ്ങനെയാണ് ചേട്ടന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നല്ലേ? അല്ല, അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്നെ പിടിച്ച് വീട്ടുകാര് അങ്ങനെയാണ് കറക്റ്റ് സമയത്തിന്. അത് ശരി. അല്ല എങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. പിന്നെ തസ്നി, കിക്കി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. അതെന്താ, ഭയങ്കര ചിരിയാണോ? ചിരിയാണോ? കിക്കി എന്ന് പറയുന്നത് എന്താണ് പെട്ടെന്ന് തോന്നുന്നത്? എന്താണ് കിക്കി എന്ന് പറയുമ്പോൾ, പേര് കേൾക്കുമ്പോൾ? കിക്കി അല്ലേ, ഒരു വളരെ കൊച്ചു കുട്ടികളെ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അവളുടെ സ്വഭാവം അതുപോലെ തന്നെയാണ്, വളരെ കുഞ്ഞു പിള്ളേരെ പോലെയാണ്. വീട് എല്ലാ റൂമിലും ടെഡ്ഡി ബിയറാണ് കൊണ്ട് എല്ലാ റൂമിലും വെച്ചിട്ടുണ്ട്. വളരെ ഇതാണ്, വളരെ പിന്നെ സപ്പോർട്ടീവാണ്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരാളെ തന്നെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ, ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യണം. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു കരിയർ കൊണ്ടുപോകുന്ന ഒരാളായതുകൊണ്ട് കൂടെ നിൽക്കാനുള്ള ഒരാളാണ് എന്തായാലും വേണ്ടത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ യു ആർ ലക്കി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സോങ്ങിലോട്ട് പതുക്കെ പോകാം. അടുത്ത സോങ് നമ്മൾ ഇതുവരെ പ്രണയിക്കുന്നവർക്കായിട്ട് അല്ലേ, ഈ ദിവസം നമ്മൾ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. പക്ഷേ ഈ പ്രണയം നഷ്ടപ്പെട്ടവരും ഉണ്ടാവുമല്ലോ, അപ്പൊ അവരും ഈ ദിവസം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അവർക്കൊക്കെ കരുതിനാണെന്ന് തോന്നുന്നു. അതെ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാട്ട് ലാസ്റ്റ്. അതേതാണ് സോങ്? അത് മോഹൻ സിത്താര സാർ മ്യൂസിക് ആയിട്ടുള്ള നീർമിഴിപ്പീലി എന്നുള്ള പാട്ട്. വളരെ നല്ലൊരു പാട്ടാണ്. ആ പാട്ടിലേക്ക് പോകാം. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരഞ്ഞനെ പോ വെറുമഞ്ഞനെ പോ. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരഞ്ഞനെ പോ വെറുമഞ്ഞനെ പോ. ഉള്ളിലെ സ്നേഹ പ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. ഉള്ളിലെ സ്നേഹ പ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല. മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ചു മാനിനി നാമിരുന്നു. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരഞ്ഞനെ
അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകളറിയുന്നു. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകളറിയുന്നു. നാം അറിയാതെ നാം കൈമാറിയില്ലത്ര മോഹങ്ങൾ, നൊമ്പരങ്ങൾ. നീർമിഴിപ്പേലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ, വെറുമന്യനെ പോ. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ നിന്നു. കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെ പോ, വെറുമന്യനെ പോ. സിംഗറായിട്ടാണ് നമ്മൾ ഇതുവരെ നജീം അർഷദ് എന്ന പേഴ്സണിനെ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുകയാണ് ഇൻ ലൈഫ് ആസ് എ മ്യൂസിക് ഡയറക്ടർ. ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും? എപ്പോഴും സിംഗറായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ താല്പര്യം. സിംഗറായിട്ട് പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സംഗീതം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടിന് ഞാൻ അങ്ങനെ ഒരു ഈണം നൽകി. അപ്പോൾ അത് മേജർ രവി സാറിൻ്റെ സിനിമയിൽ തന്നെ വളരെ കോയിൻസിഡൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്, അദ്ദേഹത്തിൻ്റെ പടത്തിലാണ് മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആദ്യം പിന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അദ്ദേഹത്തിൻ്റെ മൂവി തന്നെ. അത് വളരെ ഞാൻ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ചേട്ടാ അതായത് മൂവിയുടെ പേരെന്താണ്? മൂവി 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്നാണ്. അപ്പോൾ അതിൽ ഒരു പാട്ടാണ് ഞാൻ ചെയ്യണത്. ക്ലൈമാക്സ് സോങ് ആണ്, ഹിന്ദി സോങ് ആണ്. മാക്സിമം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. സോ അതിന് ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. സക്സസ്ഫുൾ ആകട്ടെ ആ ഒരു കാര്യത്തിൽ. സോ എനിവേ ചേട്ടാ, ഇന്നത്തെ ഈ ഡേ ശരിക്കും സ്പെഷ്യൽ ആയിരിക്കുകയാണ്. കുറേ നല്ല ലവ് സോങ്സ് നമുക്ക് കേൾക്കാൻ പറ്റി. വേറൊരു മൂഡിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുപോയി. സോ കൗമുദി TV പ്രേക്ഷകർക്കായിട്ട് ഇന്ന് ചേട്ടൻ ഇവിടെ വന്ന് ഇത്രയും ഗാനങ്ങൾ പാടിയതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. തിരിച്ചും അതെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. വി ഹാഡ് എ ഗുഡ് ടൈം അല്ലേ? എനിവേ കൗമുദി TVയുടെ എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. കൗമുദി TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.